മാർക്കോ എന്ന് പറയുന്ന സിനിമ തിയേറ്ററിൽ പോയി കണ്ടവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കുക. 200 ലൈക്കിൻ്റെ ടാർഗറ്റ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമായിരിക്കും. മാർക്കോ ഇപ്പോൾ OTT റിലീസൊക്കെ കഴിഞ്ഞ് നിൽക്കുകയാണ്. എന്തായാലും OTT റിലീസ് ചെയ്യുന്നതിന് മുമ്പൊക്കെ മാർക്കോയുടെ കട്ട് ചെയ്ത് കളഞ്ഞ രംഗങ്ങളൊക്കെ വരും. അതിൻ്റെ ഒരു ഫുൾ വെർഷൻ നമുക്ക് OTTയിൽ കാണാൻ സാധിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞു. ബട്ട് അവർക്ക് പിന്നെ പല കാരണങ്ങളാലും അതൊന്നും ആഡ് ചെയ്യാൻ സാധിച്ചില്ല എന്ന് തന്നെ പറയാം. ചിലത് വയലൻസ് കൂടിയതിൻ്റെ ഇഷ്യൂ ആയിട്ടും അതുപോലെ തന്നെ ചിലത് അവർക്ക് എന്താ പറയുക ആ ഒരു സിനിമയ്ക്ക് യോജിപ്പില്ല എന്ന് തോന്നിയത് കൊണ്ട് ഒഴിവാക്കിയതാണ്. സോ എന്തായാലും അതിൻ്റെ ഭാഗമായിട്ട് ഒഴിവാക്കിയ ഒരു രംഗമായിരുന്നു റിയാസ് ഖാൻ്റെ രംഗം എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. സോ എന്തായാലും ആരാധകരും അതായത് ഫാൻസും പ്രേക്ഷകരും ഇതിനെ നല്ലൊരു എഡിറ്റിംഗ്, അതായത് ആ ഒരു എഡിറ്റിംഗ് വിദഗ്ധ മികച്ച രീതിയിൽ ഈ ഒരു രംഗം ഒഴിവാക്കി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം ആ ഒരു രംഗം ഉണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ ആ ഒരു സിനിമയെ തന്നെ ബാധിച്ചേനെ. അത് ഈ ഒരു രംഗം വളരെ മോശമായിരുന്നു. സോ അത് സിനിമയിൽ ഉണ്ടായിരുന്നെങ്കിൽ അത് സിനിമയെ തന്നെ ബാധിച്ചേനെ. ആ ഒരു എഡിറ്റർ വളരെ വലിയൊരു ജോബാണ് ചെയ്തത്, അല്ലെങ്കിൽ വളരെ മികച്ചൊരു കഴിവ് അദ്ദേഹത്തിനുണ്ട്. അതായത് ഒരു മോശം രംഗം കണ്ട് ഒഴിവാക്കാൻ പറ്റിയ അദ്ദേഹത്തിനെന്നാണ് പല ആരാധകരും ഇപ്പോൾ പറയുന്നത്. സോ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം പറയുക. ആ ഒരു രംഗം വളരെ മോശമായിരുന്നു എന്ന്. എനിക്കറിയില്ല അതിനെക്കുറിച്ച് എന്ത് പറയണമെന്ന്. എന്തായാലും എഡിറ്റഡ് സീൻ അവർ ഇട്ടിട്ടുണ്ട് ആ ഒരു റിയാസ് ഖാൻ്റെ. അത് OTTയിൽ അവർക്ക് റിലീസ് ചെയ്യാൻ സാധിക്കാത്തതുകൊണ്ടാണ്. അല്ലാതായിട്ട് അവർ ആ ഒരു സീൻ ഇട്ടിരിക്കുന്നത്. നമുക്കറിയാം ആ ഒരു അടിച്ച് കയറി വാ എന്ന് പറയുന്ന ആ ഒരു ഡയലോഗിന് ശേഷം റിയാസ് ഖാൻ്റെ മാർക്കറ്റ് വേറെ ലെവൽ രീതിയിലേക്ക് പോയി. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു സീനിന് ആരാധകർ കാത്തിരിക്കുകയായിരുന്നു OTTയിൽ ഇറങ്ങും കാണാമെന്ന് പറഞ്ഞു. പക്ഷേ അവർക്ക് സാധിച്ചില്ല. OTT ഇത് കട്ട് ചെയ്തു. സോ എന്തായാലും ഇങ്ങനെ ഇറക്കിയതിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ പറയുക. ഇത് കട്ട് ചെയ്ത് കളഞ്ഞത് നല്ലതായിരുന്നു എന്ന് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയുക. നിങ്ങളുടെ അഭിപ്രായം പറയുക. അടുത്ത വീഡിയോ കാണുന്നവരെ ഗുഡ്.